മറ്റു വാർത്തകളിലേക്കാണ്. അഹമ്മദാബാദ് വിമാനാപകടം അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതി രൂപീകരിച്ചു. 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണം. വ്യോമസുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം ചേർന്നു. അപകടത്തിൽ ഇതുവരെ 270 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലെത്തി DNA പരിശോധനയ്ക്കായി സാമ്പിൾ കൈമാറി. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയതിന് പിന്നാലെ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നടപടികൾ വേഗത്തിലാക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ രാത്രി തന്നെ ഉന്നതതല അന്വേഷണ സമിതി രൂപീകരിച്ചു. എങ്ങനെയാണ് അപകടമുണ്ടായതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ പരിശോധന നടത്തി 3 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിനു പുറമെ വ്യോമസുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡുവിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗവും ഡൽഹിയിൽ ചേർന്നു. അതേസമയം അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 270 ഉയർന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 32 പേരാണ് ചികിത്സയിലുള്ളത്. അതിനിടെ ഹോസ്റ്റൽ പരിസരത്ത് നിന്ന് 21 മൃതദേഹങ്ങൾ കണ്ടെത്തി. ഇതിൽ 9 പേർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരെന്നും ഡോക്ടർ അറിയിച്ചു. Up to now 21 other than the passenger and medical student 21 dead body recovered from the site of the plane crash. വിമാനാവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ ഇപ്പോഴും തുടരുന്നു. മറ്റു മൃതദേഹം തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. വിമാന അപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ സഹോദരൻ രതീഷ് ഇന്ന് അഹമ്മദാബാദിലെത്തി DNA-ക്കുള്ള സാമ്പിൾ കൈമാറി. മരണസംഖ്യ ഉയരുമ്പോഴും എങ്ങനെയാണ് അപകടമുണ്ടായതിൽ ഇതുവരെ ഒരു വ്യക്തതയും ഉണ്ടായിട്ടില്ല. ശക്തമായ നടപടികളടക്കം സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്നതാണ് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കുന്നത്. പക്ഷേ ആശങ്ക ഗുജറാത്തിൽ ഉടനീളം തന്നെ നിലനിൽക്കുന്നു. അഹമ്മദാബാദിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം അരവിന്ദ് PR, Media One.